ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരേയൊരു കാര്യം നാം ഒരിക്കൽ മരിക്കും എന്നത് മാത്രമാണ്. എന്നാൽ എന്ന് മരിക്കും, എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും എന്ന കാര്യം നമുക്ക് അജ്ഞാതവുമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽപ്പെട്ട് കഴിയുന്നവരായതുകൊണ്ടാണ് ജീവിതം ഏറ്റവും നന്നായി ജീവിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുള്ളത്. ഒരു ദൈവവിശ്വാസിക്ക് മാത്രമേ തൻ്റെ മരണം സന്തോഷകരമായ അനുഭവമായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. കാരണം മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മരണത്തെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവവിശ്വാസിയുടെ മരണ നിമിഷങ്ങൾ ശാന്തവും പ്രത്യാശാഭരിതവുമായിരിക്കും. നിരീശ്വരവാദിയുടേതാകട്ടെ അങ്ങേയറ്റം നിരാശാജനകവും ഭയജനകവുമാണ്. കാരണം എന്താണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. മരണനിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിരീശ്വരവാദികൾ പ്രകടിപ്പിച്ച ഉത്കണ്ഠയും ഭീതിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയുമ്പോൾ അവർ കടന്നുപോയ നിമിഷങ്ങളുടെ ഭീകരത നമുക്ക് മനസ്സിലാവും. അത്തരം ചില വ്യക്തികളുടെ അവസാന വാക്കുകളിലൂടെ കടന്നുപോകാം. ഇറ്റാലിയൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സീസർ ബോർഗിയ. തികഞ്ഞ ദൈവനിഷേധിയായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്നാൽ മരണമടുത്തപ്പോൾ ചില തിരിച്ചറിവുകളിലൂടെ അദ്ദേഹം കടന്നുപോയി. മരണക്കിടക്കയിൽ വെച്ച് സീസർ ബോർഗിയ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ആരോഗ്യത്തോടെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരുക്കങ്ങൾ നടത്തി, എല്ലാം കൃത്യമായ രീതിയിൽ പദ്ധതിയിട്ടു. എന്നാൽ മരണത്തിന് മാത്രം ഞാൻ ഒരുങ്ങിയില്ല. ഇപ്പോഴിതാ ഞാൻ മരിക്കാൻ പോകുന്നു, അതും ഒരുങ്ങാതെ. തത്വചിന്തകനായ വോൾട്ടയറാണ് മറ്റൊരാൾ. ദൈവവും മനുഷ്യരും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നായിരുന്നു മരണക്കിടക്കയിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ ദീന വിലാപം. ഇത്രയും നാൾ ഞാൻ ദൈവമില്ല, നരകമില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഈ നിമിഷം അത് രണ്ടും സത്യമാണ് എന്ന് ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സർവശക്തന്റെ നീതിപൂർണമായ വിധിയാൽ ഞാൻ ശാശ്വത നാശത്തിന് വിധിക്കപ്പെട്ടേക്കാം. സർ തോമസ് സ്കോട്ടിന്റെ വാക്കുകളായിരുന്നു ഇവ. ഫിലോസഫറായ ഡേവിഡ് ഹ്യൂവും നിരീശ്വരവാദിയായിരുന്നു. രോഗക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം നിലവിളിച്ചത് ഞാൻ തീജ്വാലകൾക്കിടയിലാണ് എന്നായിരുന്നു. മരണക്കിടക്കയിൽ അദ്ദേഹത്തിന് നരകത്തിലെ തീയുടെ ചൂട് അനുഭവപ്പെട്ടിരുന്നിരിക്കാം. നീ തന്നെ നിന്റെ ശക്തി എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തെ നിഷേധിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു ആന്റോൺ ലെവി, ചർച്ച് ഓഫ് സേറ്റൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ. പക്ഷെ മരണസമയത്ത് അയാളും ചില തിരിച്ചറിവുകളിലൂടെ കടന്നുപോയി. ഓ ദൈവമേ, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ഭയങ്കരമായ തെറ്റുപറ്റിയിരിക്കുന്നുവല്ലോ എന്നായിരുന്നു അയാളുടെ കുറ്റബോധം നിലവിളിയായി പുറത്തേക്ക് ഒലിച്ചിറങ്ങിയത്. ഫ്രഞ്ച് രാജാവായ ചാൾസ് ഒൻപതാമൻ മരണക്കിടക്കയിൽ കണ്ടത് അസ്വസ്ഥകരമായ ദൃശ്യങ്ങളായിരുന്നു. ഉണർവിലും ഉറക്കത്തിലും കീറിമുറിഞ്ഞ ശരീരങ്ങൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നതായി ഞാൻ കാണുന്നു. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പോയി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെയുള്ള ചാൾസിന്റെ വിലാപങ്ങൾ. സർ ഫ്രാൻസിസ് ന്യൂപോർട്ട് ദൈവനിഷേധിയായിരുന്നുവെങ്കിലും അവസാന സമയം അദ്ദേഹം ദൈവാവബോധത്തിൽ നിറഞ്ഞവനായി മാറി. ദൈവമില്ലെന്ന് എനിക്ക് പറയാനാവില്ല, ദൈവമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ദൈവനാമത്തിൽ ദയവായി എന്നോടൊപ്പം ഇരിക്കൂ. തനിച്ചാക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇവിടെ ഞാൻ നരകത്തിന്റെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്നായിരുന്നു തോമസ് പെയിന്റെ നിലവിളി. അനുവദിച്ചു കിട്ടിയ ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചും ദൈവഹിതത്തിന് വിരുദ്ധമായും ജീവിച്ചവരുടെ അന്ത്യം അങ്ങേയറ്റം പരിതാപകരമായിരുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന അറിവില്ലായ്മയും ദൈവത്തിലുള്ള അവിശ്വാസവും ഇവരുടെ എല്ലാം മരണനിമിഷങ്ങളെ ഭീകരമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായ ഒരു ലോകവും നാം കാണുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ജീവിക്കുകയും ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മരണത്തെ സമീപിക്കുകയും ചെയ്തവരാണ് അവർ. വിശുദ്ധരുടെ മരണങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങളാണ്. മരണത്തെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും, മരിച്ച് ഈശോയ്ക്കൊപ്പമാകാൻ കൊതിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയും, രക്തസാക്ഷിത്വത്തിന് മുൻപ് സ്വർഗദർശനം ലഭിച്ച വിശുദ്ധ സ്റ്റേഫാനോസും, കുരിശിൽ ഈശോയെ കണ്ടുമുട്ടി പറുദീസ സ്വന്തമാക്കുമെന്ന വാഗ്ദാന പ്രതീക്ഷയിൽ സമാധാന മരണം വരിച്ച നല്ല കള്ളൻ വിശുദ്ധ ഡിസ്മാസും, ജീവന്റെ കിരീടം സ്വന്തമാക്കാൻ രക്തസാക്ഷിത്വം വരിച്ച ധീര രക്തസാക്ഷികളുമെല്ലാം മരണത്തെ സധൈര്യം പുൽകിയത് വലിയ പ്രത്യാശയോടെയും ആനന്ദത്തോടെയും ആയിരുന്നു. നിരീശ്വരവാദികളുടെ മരണത്തേക്കാൾ എത്രയോ ശാന്തവും സുന്ദരവുമായിട്ടാണ് ഒരു വിശ്വാസിയുടെ അവസാന സമയം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സങ്കീർത്തനകാരനെ പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കാം: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല.
ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനും അവിടുത്തോടൊപ്പമുള്ള വാസവും പ്രാപിക്കാനായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവോന്മുഖവും വിശുദ്ധവുമായി കാത്തു പരിപാലിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ പോലെ നമുക്കും ചോദിക്കാം, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ?